ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിഷു ആഘോഷിക്കാനായിട്ട് ഇച്ചാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീടാണ് അനീഷേൻ്റെയും സവിതേച്ചിയുടെ ഈ വീട് കേട്ടോ. പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. വിഷുക്കട്ട ഉണ്ടായിരുന്നു. വിഷുക്കട്ട ഞാൻ ഒരുപാട് നാളായിട്ടോ കഴിച്ചിട്ട്, അപ്പോൾ അതും കഴിച്ചു. അവരിങ്ങനെ ഗ്യാങ് അടിച്ച് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ പായസം ഇളക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെ. എനിക്ക് തീരെ ഭാരമില്ലാത്തൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത്, പപ്പടം വറുക്കൽ. അങ്ങനെ പപ്പടം വറുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ ഐറ്റംസും ഞങ്ങൾ മേശയിൽ അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഒരു സദ്യക്കുള്ള അത്യാവശ്യം വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. അതിനിടയിൽ ഇവിടെ ഒരാൾ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. പായസം ഇളക്കലൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാണ്. ഇലയൊക്കെ വെട്ടി പിന്നെ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അനീഷേണ്ണും മോളും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ ഒരു മടിയും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വിഷു ആഘോഷിച്ചത്. ഇങ്ങനെ ഒന്നിച്ച് ഒരു ഫാമിലി പോലെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഒരുപാട് ചിരിക്കുകയും സംസാരിക്കുകയും ഇങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. കുറച്ച് ആൾക്കാരും കൂടി അവിടെ ഇരിക്കാനുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഓരോ സീറ്റും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അകത്ത് സ്ത്രീജനങ്ങൾ മാത്രമായിട്ട് എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. കറികളുടെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് തല പുകഞ്ഞിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. കാര്യം ഓണത്തിനൊക്കെ ഞാൻ സദ്യ കഴിക്കാറുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ വിഷുവിന് ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നതും. അതും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇതാദ്യമായിട്ടാണ് കേട്ടോ. സദ്യ ഐറ്റംസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പായസമായിരുന്നു ഏറ്റവും അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് വയറ് നിറയെ കഴിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു മെമ്മറബിൾ ഡേ ഞങ്ങൾക്ക് ഒരുക്കി തന്ന അനീഷേനും സവിത ചേച്ചിയും ഒരു പ്രത്യേക താങ്ക്സ് കേട്ടോ. അപ്പോൾ ഹാപ്പി വിഷു.